ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അയ്യോ അത് മുറിഞ്ഞു. ആ കൂടെ ഇച്ചിരി ചിക്കനും കൂടെ വറുക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ അജിത ചേച്ചി പറയുന്നല്ലേ, നമുക്ക് മാവ് കാണുമ്പോൾ അറിയാം അപ്പം നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അറിയാം. അത് അപ്പം തന്നെയല്ല കേട്ടോ, ദോശയുടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല ഇതാണോ, നല്ല അപ്പമാണോ, നല്ല ദോശയാണോ ഇല്ലെന്നറിയാം. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി കഴിക്കുമ്പോൾ കാണാവേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങുവാണ്. ചിക്കൻ കറി ഇതുണ്ട്, കുഞ്ഞു പീസാക്കി അവർ മുറിച്ച് തന്നേക്കുന്നത്. കണ്ണന് അവന് ചിക്കൻ കറിയോ എന്നെ ഉണ്ടെങ്കിലും അവന് ഈ അപ്പവും പാലും പഞ്ചസാരയാണ് ഇഷ്ടമേ. അവന് അപ്പവും പാലും പഞ്ചസാര. ബാ അച്ചു ബാ കഴിക്കാം എല്ലാവർക്കും. ഇന്ന് ഉച്ചക്കത്തേക്ക് മീൻ കൊണ്ടുവന്നിരിക്കുന്നത് കേരയാണേ. അപ്പോൾ അത് എനിക്കൊന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് മേടിക്കാൻ തോന്നുന്നു. അതിൻ്റെ തലയും എല്ലാം കൊണ്ട് പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കറി വെക്കുകയും ബാക്കി വറക്കാൻ എടുക്കാനും കൂടെ ആയിട്ടാണേ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെല്ലാം എടുത്ത് കറി വെക്കാനുള്ളതും വറക്കാനുള്ളതും എല്ലാം സെപ്പറേറ്റ് ആക്കട്ടെ. ഇന്ന് രാവിലെ പച്ചക്കറിയും പിന്നെ മീനും എല്ലാം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അടുക്കളയിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് നല്ല ഇതായിട്ട് കേൾക്കാം കേട്ടോ. അച്ചിങ്ങപ്പയർ പ്രായസം എന്നാ വയ്ക്കുക, കറിവേപ്പിലയും മേടിച്ചു കേട്ടോ. അയ്യോ എൻ്റെ ഉള്ളങ്ങനെ താഴെപ്പോയി. ഉരുളൻകിഴങ്ങ്, പടവലങ്ങ, വെള്ളരിക്ക, പിന്നെ മത്തങ്ങ, ഇതും വെള്ളരിക്ക പോലത്തെ ഒരു സാധനം, മുരിങ്ങയ്ക്ക, കത്തിരിക്കായുണ്ട്. പിന്നെ അയ്യോ ഇത് കണ്ടോ, പന്നക്കത്തിരിക്ക. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ പരിപാടി. പച്ചക്കറിയുടെ കൂടെ പന്നനും കൂടെ കയറ്റി വിടും കേട്ടോ. ഏറ്റവും മണ്ടയ്ക്ക് നല്ല സാധനങ്ങൾ വെക്കും. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു പച്ചക്കറി മേടിച്ചോണ്ട് വന്നേ. അത് നാടൻ പച്ചക്കറി കടയെന്ന് പറഞ്ഞൊക്കെ സംഭവം ഉള്ളതാ. പക്ഷെ എനിക്കുണ്ടല്ലോ, നേരത്തെ നല്ല പച്ചക്കറി ആയിരുന്നു അവിടുത്തെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുമായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി തരുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞേച്ച് ആ ചേട്ടൻ ഗൾഫിനൊക്കെ പോയപ്പോഴത്തേക്ക് ഇപ്പൊ വേറെ ആൾക്കാർ അവിടെ നടത്തുന്നത് ഏറ്റവും പന്ന, ഇതിപ്പോ അവിടെ നിന്നല്ല, ഏറ്റവും പന്ന പച്ചക്കറിയാണ് തരുന്നത്. എനിക്കത് അറിയാതെ കണ്ട ഇട്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കത്തിരിക്ക ഇട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മുരിങ്ങയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഉണങ്ങി കൊട്ടനടിച്ച മുരിങ്ങയ്ക്ക, ഒന്നിനും കൊള്ളുകയില്ലാത്ത മുരിങ്ങയ്ക്കൊക്കെ ആയിരുന്നു തന്നത്. അത് കറിക്കൊന്നും എടുക്കാൻ കൊള്ളത്തില്ല. ഞാൻ കുറച്ച് പച്ചക്കറി പിന്നെ കളയുമായിരുന്നു. അവിടെ ഇനി അവിടുന്ന് എന്നാളും ഒരു ദിവസം ഇതുപോലെ എന്നായിരുന്നു, ഇവിടുന്ന് ക്യാരറ്റ് ഒക്കെ മേടിച്ചു കേട്ടോ. ക്യാരറ്റ് 2-3 ക്യാരറ്റ് നല്ലത്, ബാക്കി മുഴുവൻ ക്യാരറ്റും ചീഞ്ഞ ക്യാരറ്റ് അതിനകത്ത് ഇട്ട് തന്നേക്ക് വരുന്നത്. അതുപോലെ കേട് പിടിച്ച സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പം അവിടെ ഒരു പുള്ളിക്കാരി നിൽക്കുന്നത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി പച്ചക്കറി എത്ര അത്യാവശ്യം എന്ന് പറഞ്ഞാലും കഴിച്ചില്ലെന്നേ ഉള്ളൂ, അവിടുന്ന് മേടിക്കേണ്ടെന്നുണ്ട്. ഇത്രയും കളിപ്പിക്കാവോ മനുഷ്യരെ, എന്നാ വിലയാ പച്ചക്കറിക്കൊക്കെ. അപ്പം നീ ഇതിൽ നിന്ന് എന്നതൊക്കെയാണ് ഇന്ന് കറി വെക്കേണ്ടതെന്ന് നോക്കണം. മീൻ കറി വെക്കുന്നുണ്ടേ, അതുകൊണ്ട് പിന്നെ കറി വെക്കാനായിട്ട് ഒന്നും എടുക്കണ്ട. പിന്നെ പടവലങ്ങ വേണമെങ്കിൽ തോരൻ വെക്കാം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കാം. എന്നതൊക്കെയുള്ള കറിയൊക്കെ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മീൻ കറിയും മീൻ വറുത്തതും പടവലങ്ങ തോരനും, അത്രയും മതി ഇന്നത്തേക്ക്. തക്കാളിപ്പഴം ഉണ്ട്, ചേനയുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ.
എല്ലാം ഇനി ഒന്ന് ഓരോന്ന് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി എടുത്ത് ഇനി മാറ്റി മാറ്റി വെക്കണം. കണ്ടോ സവോളയുടെ ഒക്കെ മുഴുപ്പ് കണ്ടോ, പൂമ്പിരിക്ക സവോള എല്ലാം ഇനി സെപ്പറേറ്റ് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞെടുത്ത് വെക്കാൻ കണ്ടല്ലോ. അതുപോലെ ഫ്രഷ് ആയിട്ട് നമ്മുടെ അജിത ചേച്ചി കഴിഞ്ഞ ദിവസം കാണിച്ചാൽ ചീര, സത്യമായിട്ടോ അത് ചീര അങ്ങനെ വെക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ നമ്മളെ വെച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കുമ്പോഴിരിക്കും. അപ്പൊ അത് എല്ലാം ഇതായിട്ട് എടുത്തു. ഇനിയിപ്പം ബാക്കി കറിയും കാര്യങ്ങളൊക്കെ വെക്കട്ടെ. കാരണം ഭയങ്കര പിണക്കത്തിലായിരുന്നു, ഭയങ്കര പിണക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര പിണക്കം. മിണ്ടത്തെ പോലും ഇല്ല എന്നോടും. എന്നാന്നറിയോ, അവന്റെ ഫോണിനകത്ത് ഗെയിം ഡിലീറ്റ് ചെയ്ത് രാവിലെ കുറച്ചത്. അത് ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവനിപ്പം ട്യൂഷൻ്റെ ക്ലാസ് തുടങ്ങി പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ഫോണിന് തന്നെ അഡിക്റ്റ് ആണ്. ആ ഫോൺ താത്തു വെക്കാൻ നേരെയില്ല. അതുകൊണ്ട് രാവിലെ ക്ലാസ്സിലും പറഞ്ഞു ഫോണിനകത്തുനിന്ന് ഗെയിമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ട്യൂഷനൊക്കെ പോയി തുടങ്ങി. ഈ 10ാം ക്ലാസ്സിലാണ്, പഠിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ് അവൻ എന്നോട് മിണ്ടാതിരിക്കുക. ഭയങ്കര പിണക്കം. ഇതിൽ വൈകിട്ടൊക്കെ ഇട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നേച്ചാ ഉറങ്ങാൻ പോയത്. പക്ഷെ എനിക്ക് നേരം വെളുത്ത് കഴിഞ്ഞു ഈ വന്നപ്പോഴും കുഴപ്പമില്ല. എന്തോടി എങ്ങനെ വെച്ചാൽ അമ്മ എന്റെ കണ്ണയിലെന്നെ കടിച്ചു എന്നൊക്കെ പറഞ്ഞത്. അതെല്ലാം ഈ ഗെയിം അങ്ങോട്ട് ഡിലേറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ചാൽ പരിചയം പോലും അവൻ എന്നോട് കാണിക്കുന്നില്ല. അവന്റെ അച്ഛനോട് പിണക്കമില്ല, എന്നോടാ പിണക്കം. അതെപ്പോഴും എങ്ങനെയാ, പാചകമാണ് തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ ഒന്നും അവന് പിണക്കില്ല. പിണക്കം മൊത്തം തീർക്കുന്നത് എൻ്റെ അടുത്തോട്ടാ. അത് നമുക്ക് കറിയൊക്കെ വെക്കാനുള്ള മീൻ അത് ഞാൻ കഴിയല്ലോ ഒന്ന് എടുക്കട്ടെ. എടുത്തേച്ച് കറി വെക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടെന്ന് ചേട്ടൻ ഉച്ചയ്ക്ക് ഓട്ടോ ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ചോറും കറിയെല്ലാം റെഡി ആക്കണം. അതിലൊന്ന് സെറ്റ് ആക്കട്ടെ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ. ഇപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലെന്നേ, ഭയങ്കര ചൂടാണ്. ഇപ്പം എന്തെങ്കിലും ഫാൻ ഓഫ് ചെയ്തപ്പോഴത്തേക്ക് വേർത്ത് ഒഴുകാൻ തുടങ്ങി. അടുപ്പിലിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഫാനിടിയിൽ നടക്കുകയില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് ചൂടിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. അതുകൊണ്ട് വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ ചേട്ടനോട് ഇല്ലാത്ത ദിവസം പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ, അതുകൊണ്ടാണ് ചേട്ടൻ ഉള്ളപ്പോഴേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ വെപ്പ്. അല്ലെങ്കിൽ കഴിക്കാൻ ആരുമില്ല. അതുകൊണ്ട് കഴിക്കാൻ ആരും ഇല്ല എന്നല്ല, എല്ലാവരും ഓരോരോ മൂലക്കോട്ട് ഭയങ്കര ഒരു മൂകതയാണ് പിന്നെ വീട്ടില്. അപ്പൊ ഞാനിനി എടുക്കട്ടെ. എല്ലാവരെ പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തു, മീൻ കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തു. അപ്പം എല്ലാം എടുത്തിട്ട് ഒന്നിച്ച് അടുക്കളയിലോട്ട് വരുവാണെങ്കിൽ എല്ലാം ഓരോന്നോരോന്ന് അടുക്കളയിലോട്ട് അങ്ങ് ആക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം മീൻകറി നമ്മുടെ സാധാ മീൻകറി തന്നെയാണ് വെക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, നമ്മുടെ പടവലങ്ങ തോരൻ, എല്ലാം കുറേശ്ശെ വെക്കുന്നുണ്ടേ. തോരൻ കുഞ്ഞു ചീഞ്ചട്ടിക്കകത്ത് വെക്കുന്നേ. ഉണക്കമുളകും കടുക് ഇട്ടതിന് ശേഷം അതിലേക്ക് പടവലങ്ങ കൊത്തി എരിഞ്ഞതും സവോളയും പച്ചമുളകും ഇടാനേ. ഞാൻ ഇത്രയും പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നതിൻ്റെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ശകലിച്ചാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. പടവലങ്ങയ്ക്കൊന്നും ഒരുപാട് വെള്ളം വേണ്ട. പടവലങ്ങയ്ക്കകത്ത് തന്നെ നല്ലപോലെ വെള്ളമുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. കൊടുക്കട്ടെ. ഉപ്പിട്ട് അതിനി അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിക്കുള്ള എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. മുളക് പൊടി അപ്പുറത്തായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നതെന്നു വെച്ചാൽ എരിവും കുറഞ്ഞിരിക്കും, നല്ല കൊഴുപ്പുമായിരിക്കും മീൻകറിക്ക്. ഇവിടെ ഇവർക്ക് പിരിയമുളക് പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ല. ഇവർക്ക് നല്ല ചേട്ടന് ഇഷ്ടമല്ല. അത് ആ എണ്ണയിലൊന്ന് മൂക്കട്ടെ. ചില സമയത്ത് ഒരൊറ്റ തുണി നോക്കി ഇവിടെ കാണുകയാണ്. ഇപ്പം അച്ചുവാണ് അടുക്കള പാത്രം കഴുകിച്ചേക്കെ.
അവൾ പാത്രം എല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്ക് തുണി എല്ലാം എടുത്ത് കഴുകി അപ്പുറത്ത് കൊണ്ട് വീഴ്ച ചെയ്യും. വെണ്ടയ്ക്ക, സവോള, പച്ചമുളക് ഇത്രയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിട്ടുള്ളത് അരിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. അയ്യോ, ഒരു വെണ്ടയ്ക്ക അരിയാനുണ്ടായിരുന്നു. മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു. പുളി ഒരു കഷ്ണം, കുഞ്ഞി കഷ്ണം ഇട്ടാൽ അതിൽ നല്ല പുളിയാണ്. മീൻകറിക്കകത്ത് പുളി ഉപ്പും എല്ലാം ഇട്ട് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് മീനിൻ്റെ കഷ്ണം ചേർക്കത്തോളെ. അപ്പം നമ്മുടെ അരിയാത്തൊരു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അരി ചേർക്കട്ടെ. മുളകിൻ്റെ മൂക്കിലോട്ട് കയറി തുമ്മാൻ വരുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങാത്തോറിൻ്റെ അരപ്പരച്ചുകൊണ്ട് വരണം. മീൻകറി തിളച്ച് മീനുള്ള കഷ്ണം മീൻ എടുത്തോണ്ട് വരട്ടെ. കഴുകി വെച്ചപ്പോൾ എടുത്തോണ്ട് വന്നാൽ മതി. തലയും എല്ലാം കൂടെ ചേർത്താണ് ഇത് കറി വെക്കുന്നത്. കുറച്ച് അല്ലാതെ മീനിൻ്റെ കഷ്ണങ്ങളും തലയും എല്ലാം കൂടി ഇട്ടാണ് കറി വെക്കുന്നത്. കഷ്ണമെല്ലാം ചേർത്തു. ഇനി അത് അടുപ്പയിലിരുന്ന് വേകട്ടെ. പടവലങ്ങാത്തോരനുള്ള അരപ്പൊക്കെ അരച്ച് കേട്ടോ, അതെല്ലാം എടുക്കണമെന്ന്. ഞാൻ ഇങ്ങനെ വെച്ച് ഇനി വീഡിയോ എടുക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നേ. അയ്യോ, ഷോളും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ചൂട്. ഷോളൊക്കെ ഇട്ട് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലുള്ള ചൂട്. പടവലങ്ങ അരപ്പും കൂടെ ചേർത്ത് ഞാൻ പടവലങ്ങ എല്ലാം വെന്ത് എനിക്ക് അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ഒരു ശകലവും കൂടെ ഒന്ന് വെള്ളം പറ്റി അത് കറിവേപ്പിലയും കൂടി ഇട്ട് കയ്യിലോട്ട് ആവി അടിക്കുന്നു മീൻകറിയുടെ. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ചെന്ന് പറ്റിക്കഴിഞ്ഞാൽ പടവലങ്ങ തോരൻ റെഡിയായി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വാങ്ങി നമ്മുടെ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി. മീൻകറിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. ഇനി സമയമൊന്നും ആയില്ല കഴിക്കാനായിട്ട്. ഇനി ഇച്ചിരി കഴിഞ്ഞ് എല്ലാവരും കഴിക്കാനൊക്കെ വരുള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. വെളിയിലോട്ട് ആ റൂമിൽ നിൽക്കണമെങ്കിൽ ഭയങ്കര ചൂടാണ്. നല്ല സുഖം ഉണ്ടാകും, കറണ്ട് ബില്ല് വരുമ്പോഴും നല്ല സുഖം ഉണ്ടാകും. മീൻകറി,
പിന്നെ എന്നായിരുന്നു, മീൻ വറുത്തത്, പിന്നെ പടവലങ്ങ തോരൻ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. ഇത്രയാണ് ഉച്ചക്കത്തെ കറികളൊക്കെ. അച്ചിപാടി ഇച്ചിരി ചോറിനടി. തലക്കറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. തലക്കറിയും പിന്നെ തോരനും എല്ലാം ഇട്ട്. ഇപ്പം 2 ദിവസം എല്ലാവരും ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒന്നിച്ച്. ഇപ്പം ഇന്ന് എല്ലാവരും കൂടെ ഫോൺ പ്രശ്നമാണോ? അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഇന്ന് കഴിക്കുവാണ്. അച്ചുപാടി കണ്ണൻ ഡ്രസ്സ് ഇടാതിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോ എടുക്കാത്തത്. അവന് ആവിയാണ്. ചേട്ടനോട് ഇല്ലാത്ത ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നുള്ള കഴിപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും. പൊട്ടിയതൊന്നുമല്ല, പോടാ. ഞാൻ ഇന്നാളൊരു ദിവസം വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുത്തിയിരിക്കാൻ നേരമില്ല, നോക്കുന്നതെല്ലാം പണിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കുറെ കമന്റ് ഒക്കെ ഇട്ടായിരുന്നു, നോക്കി കണ്ട് ജോലി ചെയ്താലും ജോലി തീരും, എന്നിട്ട് എവിടെയും ഇരിക്കാം എന്നൊക്കെ. പക്ഷെ വെറുതെ എന്നാന്നറിയാമോ, നമ്മൾ എത്ര നോക്കി കണ്ട് ചെയ്തോറും ജോലി കൂടത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി പച്ചക്കറിയൊക്കെ എടുത്ത് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. അപ്പൊ ഇത് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അഴുക്കായി പോകും. ഞാൻ നേരത്തെ ഒക്കെ കവറിനകത്താക്കിയായിരുന്നു വെക്കുന്നത്. പക്ഷെ എനിക്കിത് കവറിനകത്താക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയ ചേച്ചി കാണിച്ചായിരുന്നു തക്കാളിക്ക പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കുന്നതും ഒക്കെ കാണിച്ചായിരുന്നു. അത് ഞാനും അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും, അഴുക്കാകത്തില്ല. നമ്മുടെ കുറേശ്ശെ ഇതെല്ലാം ഒന്ന് എടുത്ത് പച്ചക്കറിയുടെ ബോക്സ് അതിലാക്കി അങ്ങ് വെച്ചേക്കാമെങ്കിൽ അത് അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് കുറേശ്ശെ എടുത്താൽ മതി. ഇതൊക്കെ നാളെ എടുക്കാനുള്ള പച്ചക്കറിയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് ഇതാക്കി വെച്ചാൽ മതി. പിന്നെ വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൂടെ കൂടി കിടക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അഴുക്കായി പോകും പച്ചക്കറി. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിനകത്താണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? ഇതെന്നാന്ന് വെച്ചാൽ ഉണങ്ങിപ്പോകും ഫ്രിഡ്ജിൽ നമ്മളല്ലാതെ വെച്ചാൽ. ഇങ്ങനെ പേപ്പറിനകത്ത് വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിത് എടുക്കാം. പെട്ടെന്ന് ഉണങ്ങിപ്പോകത്തില്ല, അഴുക്കായി പോകത്തില്ല. നമ്മുടെ വെണ്ടയ്ക്ക എടുത്തു. ഇനി ഇതെല്ലാം കുറേശ്ശെ ഇനി എടുത്ത് അടുക്കി ഞാൻ വെക്കട്ടെ. നമ്മുടെ പച്ചക്കറിയെല്ലാം ഞാൻ ബോക്സിലേക്ക് ആക്കിയിട്ടോ. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ്. കറിവേപ്പില ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചു, കാര്യം കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ. 2 ദിവസം എടുക്കുമ്പോഴത്തേക്ക് തീരാനുള്ളതേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം പേപ്പറിനകത്ത് പൊതിഞ്ഞ് അല്ലാതെ വെക്കേണ്ടതൊക്കെ അല്ലാതൊക്കെ വെച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയുടെ പണി കഴിഞ്ഞു. ഇനി പച്ചക്കറിക്കൊക്കെ ഇവിടെ എല്ലാം തുടച്ചിട്ട് കഴിഞ്ഞു. ഇനി പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ അത്രയും കൂടെ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.